എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനിപ്പോൾ റാസൽ കൈമയിലാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിൻ്റെ അച്ഛന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുക കേട്ടോ. നോക്കിക്കുന്നേ എന്നാ ട്രാഫിക്കാന്ന്. നട്ടുച്ചയ്ക്കാട്ടോ ഈ പോകുന്നേ. എന്നായാലും അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മളിപ്പോൾ റാസൽ കൈമയിൽ പൊക്കോണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ ഉമ്മൽക്കോയിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. നോക്ക്, ഇങ്ങനെ കുറേ ദൂരമായിട്ട് സഞ്ചരിക്കുക കേട്ടോ. ഇത് റോഡ് തീരെയില്ല, മൊത്തം മണല്, അതിൽ കുഞ്ഞു കുഞ്ഞ് പച്ചപ്പുണ്ട്. ഇതൊക്കെ എങ്ങനെ ഈ നട്ടുച്ചയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കിനൊക്കെ ഉള്ള കാഴ്ചകൾ ഇതെല്ലാം എങ്ങനെ കിളുത്തു വരുന്നു എന്നുള്ളതൊരു വലിയ അത്ഭുതമാണ് അല്ലേ. എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. നമ്മളെ നട്ടുച്ചയ്ക്ക് എങ്ങനെ പോകുന്ന കേട്ടോ. ബോർഡ് വന്നു വെൽക്കം ടു റാസൽ കൈമ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛനെ ഒരുപാട് വർഷം റാസൽ കൈമയിൽ ജോലി ചെയ്ത കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ നാട്ടിലാണ് ഉള്ളത്, സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്തത്. അപ്പോൾ പുള്ളിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. എന്നേലും ഒരു കാലത്ത് പുള്ളി കാണുവാണെന്നുണ്ടെങ്കിൽ പുള്ളി എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ അല്ലേ. അതല്ലേ എൻ്റെ രസം. എൻ്റെ കുടുംബത്തിനോടുള്ള സ്നേഹവും പുള്ളി അറിയിക്കും. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ആ കാണുന്നതൊക്കെ. നോക്ക് റാസൽ കൈമ. ഓക്കെ. അപ്പോഴത്തേക്കിന് ഇതൊക്കെയാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാട്ടോ എൻ്റെ. അപ്പോഴത്തേക്കിന് എന്തായാലും ഒന്ന് പോയി നോക്കാം. അവിടെ സൂപ്പർ മാർക്കറ്റിലാണ് പുള്ളി വർക്ക് ചെയ്തിരുന്നത്. അവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം കേട്ടോ. റാസൽ കൈമയിലെ ജുലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം പോയി നോക്കാം. ഓൺ ദ വേ ആണ്. ചിലപ്പോൾ ഇപ്പോൾ എത്തുമെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്നായാലും അവിടെ വെച്ച് കാണാം കേട്ടോ. യെസ്, റാസൽ കൈമ. ഓ മൈ ഗോഡ്, കാണാൻ പറ്റിയില്ല അല്ലേ. ഷോ, ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ ഈ ഫോൺ അങ്ങോട്ടേക്ക് മാറ്റി, അതുകൊണ്ട് അത് കറക്റ്റായിട്ട് കാണാനും പറ്റിയില്ല. നോക്കി, ഇവിടെ കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമോ എന്നറിയത്തില്ല. ഇപ്പം കുറേ ബിൽഡിംഗ് ഒക്കെ ഇവിടെ വന്നു. ദൂരെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. നമ്മളിപ്പം ബ്രിഡ്ജിൽ കൂടെ പോവുക, താഴോട്ട് ഇറങ്ങുക. അയ്യോ, ഈന്തപ്പന കണ്ടോന്നേ. നമ്മളൊക്കെ മേലിലായിട്ട് നിൽക്കുന്ന പനയുടെ മരത്തിൻ്റെ മേലിലായിട്ടുള്ളതല്ലേ കണ്ടുള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടു കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം നല്ല രസമുണ്ട്. പോയി പറിച്ച് തിന്നരുതല്ലേ. ഷോ, നമുക്ക് പറിക്കാൻ പറ്റുമോന്നേ. ഇതും ഒരു ജംഗ്ഷനാണ്. അവിടെ ഒരു മോസ്ക് ഉണ്ട്. വലിയൊരു ചെമ്പകത്തിൻ്റെ മരമായിരുന്നു. അതിൽ നിറയെ ചെമ്പകപ്പൂക്കളുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ മിസ് ചെയ്തു. ഇവിടെ ഈ ഒരു വളവാണ്. ഈ വളവിലൊരു പെട്രോൾ ബങ്കുണ്ട്. ആൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. ഇത് പണ്ട് പോലെ ഉള്ളതാണോന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. എന്നാൽ
എവിടെയെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യണം കേട്ടോ. റാസൽ ഖൈമയിലെ ഭയങ്കരമായിട്ട് ഒത്തിരിയും പഴക്കമുള്ളൊരു മോളാണ് കേട്ടോ. ആൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നീ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കാണിച്ചു തരട്ടെ. ഒലിവ്, പല സ്റ്റൈലിലുള്ള ഒലിവ് ഉണ്ട് കേട്ടോ. കണ്ടോന്നേ ഇങ്ങനെ പാക്ക് ചെയ്തും കിട്ടും. അത് മാത്രമല്ല ബോട്ടിലും കിട്ടുമേ. ഞാൻ ഈ ബോട്ടിൽ വാങ്ങിച്ചു. ഇത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കാവേ. കണ്ടോന്നേ. അയ്യോ, ഇവിടുത്തെ കടലല്ലേ, എന്ത് രസാ. അടിപൊളിയായിട്ടുണ്ടല്ലേ. ഈ സൺസെറ്റ് കാണാം. നോക്ക്, സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? റാസൽ ഖൈമ അവിടെ എഴുതി വെച്ചത്. ഇതൊക്കെ പുതിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നേ. ഈ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി കേട്ടോ. എന്നിട്ടുണ്ടല്ലോ അവിടെ ആരെയും കണ്ടില്ല. 32 വർഷം മുന്നേ ആ പുള്ളിക്കാരൻ ഇവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എങ്ങനെ കാണാനല്ലേ. എന്നാലും ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ സ്ഥലമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അയച്ചു കൊടുക്കാം. പിന്നെ യൂട്യൂബിൽ അപ്ലോഡും ചെയ്യാം കേട്ടോ. ഇതൊക്കെ പുതിയ ബിൽഡിങ്ങാണ്. മനസ്സിലാവുമോ എന്നറിയത്തില്ല. അങ്ങനെ റാസൽ ഖൈമയിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എമിറേറ്റ്സ് സൂപ്പർ മാർക്കറ്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കാണാൻ പറ്റിയില്ല. സോ സാഡ്.